ബി.ജെ.പി. പ്രവർത്തകൻ സൂരജ് വധക്കേസിൽ 9 CPIM പ്രവർത്തകർ കുറ്റക്കാരെന്ന് തലശ്ശേരി കോടതി കണ്ടെത്തുന്നു. 10-ാം പ്രതിയെ വെറുതെ വിട്ടിട്ടുണ്ട്. നാഗത്താൻകോട്ട പ്രകാശനെയാണ് തലശ്ശേരി സെഷൻസ് കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. രാഷ്ട്രീയ വൈരാഗ്യം മൂലം സൂരജിനെ ബോംബെറിഞ്ഞ് വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് ഇപ്പോൾ വിധി വരുന്നത്. ഇതിന് ശിക്ഷാവിധി തിങ്കളാഴ്ചയായിരിക്കും. 10 പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 9 പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തുന്നുണ്ട്. ഇതിൽ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിൻ്റെ സഹോദരൻ മനോരാജ് അടക്കം പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നു. മനോരാജ് കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തുന്നുണ്ട്. TP കേസിലെ പ്രതിയായ TK രജീഷ് ഇതിൻ്റെ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നു. TK രജീഷും കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തുന്നുണ്ട്. മുഴുപ്പിലങ്ങാട്ടെ PK ഷംസുദ്ദീൻ ആയിരുന്നു കേസിലെ 1-ാം പ്രതി. അദ്ദേഹം വിചാരണ കാലയളവിൽ അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രതിപട്ടികയിലുണ്ടായിരുന്ന 2 പേർ മരണപ്പെട്ടതിനെ തുടർന്ന് പിന്നീട് ബാക്കിയുണ്ടായിരുന്ന 10 പേർ അതിലാണ് വിചാരണ നടന്നത്. അതിലിപ്പോൾ 9 പേരും കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുന്നു. ഇപ്പോൾ അരുൺ പാറയ്ക്കൽ കോടതിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ പാറയ്ക്കൽ, വലിയ രീതിയിൽ ചർച്ചയായ രാഷ്ട്രീയ കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്തൊരു കേസാണ്. അതിലാണിപ്പോൾ വിധി വരുന്നത്. ഇതിൽ TK രജീഷ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നു. അതുപോലെ നേരത്തെ നമ്മൾ ചൂണ്ടിക്കാട്ടിയ PM മനോജിൻ്റെ സഹോദരനും കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തുന്നുണ്ട്. ഇതിൻ്റെ വിചാരണാകാലം, അന്വേഷണകാലം ഈ വിധി വരുന്ന ഘട്ടത്തിൽ എങ്ങനെയാണത് ഓർക്കാൻ കഴിയുന്നത്? അരുൺ പാറയ്ക്കൽ. റിജിത്തെ 2005 ഈ കൊലപാതകം നടക്കുന്നത്. ഇളംബ്ലായി സ്വദേശി BJP പ്രവർത്തകൻ സൂരജിനെ CPM പ്രവർത്തകരായ പ്രതികൾ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ടപ്പോൾ തലശ്ശേരി സെഷൻസ് കോടതി ഈ കേസിൽ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. 9 പ്രതികളെയാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ ഒരു പ്രതിയെ 10-ാം പ്രതിയെ കോടതി വെറുതെ വിടുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, കേസിൽ പുനരന്വേഷണം നടന്നു. ആ പുനരന്വേഷണം നടന്നത് TP കേസിലെ പ്രതിയായ TK രജീഷിൻ്റെ ഈ ഒരു കുറ്റസമ്മത മൊഴിയോടുകൂടിയായിരുന്നു. അങ്ങനെ കുറ്റസമ്മത മൊഴിയിൽ 2 പേരെ പ്രതി ചേർത്തിരുന്നു. ഒന്ന് PM മനോജിൻ്റെ സഹോദരനായ PM മനോരാജ് നാരായണൻ, TK രജീഷ് എന്നിവരായിരുന്നു. അവരെയും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ആകെ 9 പേരെയാണ് കുറ്റക്കാരെന്ന് ഇതിപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. വിധി തിങ്കളാഴ്ചയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പ്രതികളോട് കുറ്റം ചെയ്തു എന്ന് കണ്ടെത്തിയതിന് ശേഷം പ്രതികളോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി പ്രധാനമായും എടുത്തു ചോദിച്ചിരുന്നു. അതിൽ 6-ാം പ്രതി സജീവനും 7-ാം പ്രതി പ്രഭാകരനും ആവശ്യപ്പെട്ടത് ശിക്ഷ ഇളവ് ചെയ്യണമെന്നായിരുന്നു. ഹൃദയ സംബന്ധമായ അസുഖമുണ്ടെന്ന് ഒരു പ്രതി പറഞ്ഞു. കരൾ രോഗത്തിന് 2 വർഷമായി കോടതിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. കണ്ണൂർ മുഴുപ്പിലങ്ങാട്ടെ സൂരജ് വധക്കേസിൽ 9 പ്രതികൾ കുറ്റക്കാർ എന്ന് കോടതി കണ്ടെത്തുകയാണ്.